അപ്പോൾ തിയാഗോ ഈ ഫുൾ ഓപ്ഷൻ എടുക്കുന്നതിൽ നിന്നും 1 ലക്ഷം രൂപ കൂടുതൽ കൊടുത്താൽ നിങ്ങൾക്ക് 5 സ്മാർട്ട് പ്ലസ് എന്ന് പറയുന്ന വേരിയൻറ്റ് കിട്ടും. നിൽക്കുന്നത് അതിലേക്ക് വന്ന ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ 40 കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്ക് ആവുകൊണ്ട് ഇതിനേക്കാൾ 100 കിലോമീറ്റർ അധികം ഓടാനായിട്ട് പറ്റും. ഈ ഒരു കണക്റ്റിംഗ് ടൈപ്പ് ഭാഗത്ത് ഇലുമിനേഷൻ കൊടുത്തില്ല, ജസ്റ്റ് ഒരു ഡിസൈൻ മാത്രമേ നൽകിയിട്ടുള്ളൂ. ഇതും നമുക്ക് ആ ഒരു ബോഡിയിൽ നിന്നും കുറച്ചുകൂടി പുറത്തേക്ക് നിൽക്കുന്ന രൂപത്തിലാണ് ഇതിൻ്റെ ഒരു ഫിനിഷിങ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മിററിലുള്ള ക്യാമറയുടെ വ്യൂ നമുക്ക് ഈ ഒരു സ്ക്രീനിൽ കാണാം. ഇനി റൈറ്റ് സൈഡിൽ ഇട്ടാൽ റൈറ്റ് മിററിലെ വ്യൂ നമുക്ക് ഇവിടെ കാണാം. അതുകൊണ്ട് ടേൺ എടുക്കുന്നവരൊക്കെ ബിഗിനേഴ്സിനൊക്കെ ഒരു 70 വാട്ടിൻ്റെ ഒരു ഗ്രിഡിൽ 2 സൈഡിലും ഗൺ ഉണ്ടാവും. സോ 2 വാഹനങ്ങൾ ഒരേ സമയം ചാർജ് ചെയ്യുന്ന സമയത്ത് 70 സ്പ്ലിറ്റ് ആയിട്ട് 35 കിലോ വാട്ട് ആ വണ്ടിക്കും 35 കിലോ വാട്ട് ഈ വണ്ടിക്കാണ് കിട്ടുക. അങ്ങനെ നോക്കുന്ന സമയത്ത് 30 കിലോ വാട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ദൂരയാത്രനെ കുറിച്ച് പറയേണ്ട കാര്യം എന്തായാലും മാക്സിമം 210 കിലോമീറ്ററാണ് ഇതിൽ ഫുൾ നമ്മുടെ ലോങ് റേഞ്ച് എടുത്താൽ തന്നെ ഓടുക. സോ ഒരു 200 കിലോമീറ്റർ ഓടാനുള്ള കംഫർട്ട് കാര്യങ്ങളൊക്കെ ഇതിൽ കിട്ടുമെന്ന് പറയാം. തിയാഗോ EV തന്നെ നമ്മൾ 2 ഒരുമിച്ച് നിർത്തി നോക്കിയാൽ അതിൻ്റെ പാനൽ ഗ്യാപ്പുകളൊക്കെ ഡിഫറൻ്റ് ആയിട്ട് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് അതൊക്കെ സോൾവ് ചെയ്തിട്ടുണ്ട്. ടാറ്റ.EV എന്നുള്ള ബ്രാൻഡിങ് ലോഗോ മാറ്റി ഇങ്ങനെ കൊടുത്തപ്പോൾ കുറച്ചുകൂടി പ്രീമിയം ഫീൽ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഡ്രൈവ് സെലക്ടർ, ന്യൂട്രൽ, ഡ്രൈവ്, സ്പോർട്ട്, റിവേഴ്സ് കാണാം. ഒരു പാർക്ക് ഇവിടെ മിസ്സിംഗ് ആണ്. പാർക്കിൻ്റെ ഓപ്ഷൻ കൊടുക്കായിരുന്നു എന്ന് തോന്നി. ഓൺ റോഡ് 1,14,000 രൂപയോളം വില കുറഞ്ഞ് ഏകദേശം 1.5 ലക്ഷത്തിനധികം വില വരുന്ന ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടാണ് ഏറ്റവും പുതിയ ടാറ്റ തിയാഗോ EV വന്നിട്ടുള്ളത്. അങ്ങനെ പറയുമ്പോൾ നമുക്ക് പഴയ വാഹനത്തിലില്ലാത്ത 2 ഫീച്ചേഴ്സ് പറഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം 1 ലക്ഷം വർത്തായിട്ടുള്ള ഒരു കാൽക്കുലേഷൻ നമുക്ക് കിട്ടും. അതിൽ 6 എയർ ബാഗ് ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. ടോപ്പ് എൻഡ് എടുക്കുന്നവർക്ക് 360 ക്യാമറ വരുന്നത്. സോ ഇത് രണ്ടും നമ്മൾ എയർ ബാഗ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ 360 ക്യാമറ ഒക്കെ ടാറ്റ നൽകുന്ന ക്വാളിറ്റിയിൽ പുറത്തുനിന്ന് ചെയ്യണമെങ്കിൽ മിനിമം ഒരു 50,000 രൂപയെങ്കിലും നിങ്ങൾ നൽകണം. അതുകൊണ്ട് അത്രയധികം ഫീച്ചേഴ്സ്, ഇത് ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ 2 പറഞ്ഞതാണ്, അത്തരത്തിലുള്ള ഫീച്ചേഴ്സ് കൊണ്ടുവന്നതെന്ന് മാത്രമല്ല 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നമുക്ക് പ്രൈസ് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ടാറ്റ ഏറ്റവും പുതിയ തിയാഗോയുടെ പ്രൈസിങ്ങിലൂടെ നമുക്ക് വേറെ ലെവലാക്കിയിട്ടുണ്ടെന്ന് പറയാം. ഇപ്പോൾ എല്ലാ പ്രൈസും നമ്മൾ ടോപ്പ് എൻഡ് ആണെങ്കിൽ പോലും 10 ലക്ഷത്തിനകത്തെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നുള്ളൂ. അങ്ങനെ വരുന്ന സമയത്ത് നമുക്കൊരു TCS കൊടുക്കേണ്ട, അതായത് 10,000 രൂപ നമ്മൾ ഒരു TCS ടാക്സ് കൊടുക്കണമായിരുന്നു. അത് നമുക്കിപ്പോൾ കൊടുക്കേണ്ട എന്നുള്ളതാണ് ടോപ്പ് എൻഡ് എടുക്കുന്നവർക്ക് കിട്ടുന്ന ഒരു ലാഭം എന്ന് പറഞ്ഞാൽ. പഴയ പോലെ തന്നെ 3 വേരിയൻ്റ് ആണ്, പക്ഷേ വേരിയൻസിൻ്റെ നെയിം മാറ്റിയിട്ടുണ്ട്. നമുക്ക് XC XT എന്നുള്ള രീതിയിലായിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്കത് സ്മാർട്ട്, പ്യുർ, ക്രിയേറ്റീവ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. ബേസ് വേരിയൻ്റ് സ്മാർട്ട് നമുക്ക് 19 കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്കിലാണ് കിട്ടുക. പ്യുർ നമുക്ക് 19 കിലോ വാട്ടും 24 കിലോ വാട്ട് എന്നിങ്ങനെ 2 ബാറ്ററി പാക്കിൽ കിട്ടും. ടോപ്പ് എൻഡ് ആയിട്ടുള്ള ക്രിയേറ്റീവ്, അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അത് 24 കിലോ വാട്ടിൽ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. സോ ഈ ഒരു വീഡിയോയിൽ ചേഞ്ചസ് മാത്രമല്ല ഏത് വേരിയൻ്റ് എടുക്കുന്നതാണ് ബെറ്റർ എന്നുള്ളതും, മറ്റൊരു സംശയം എല്ലാവർക്കും ഉണ്ടാവും, തിയാഗോ EV എടുക്കണോ അല്ല 5GBയിലേക്ക് പോകണം എന്നുള്ളത്. ആ 2 സംശയങ്ങളും നമുക്ക് ഈ വീഡിയോയിൽ തന്നെ നമുക്ക് തീരുമാനമാക്കാം. സോ ഈ ഒരു ഫുൾ ഓപ്ഷൻ്റെ ഏകദേശം ഓൺ റോഡ് പ്രൈസ് വരുന്നത് 10,90,000 രൂപയാണ്. എല്ലാ വേരിയൻറ്റും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൈസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തിയാഗോ EV ഫുൾ ഓപ്ഷൻ എടുക്കുന്നതിൽ നിന്നും 1 ലക്ഷം രൂപ കൂടുതൽ കൊടുത്താൽ നിങ്ങൾക്ക് 5GBയുടെ സ്മാർട്ട് പ്ലസ് എന്ന് പറയുന്ന വേരിയൻറ്റ് കിട്ടും. നിൽക്കുന്നത് അതിലേക്ക് വന്ന ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ 40 കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്ക് ആവുകൊണ്ട് ഇതിനേക്കാൾ 100 കിലോമീറ്റർ അധികം ഓടാനായിട്ട് പറ്റും. സോ അതെടുക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ ഓട്ടമുള്ളവരാണെങ്കിൽ 1 ലക്ഷം രൂപ കൂടുതൽ കൊടുത്ത് 5GB എടുക്കാനേ ഞാൻ പറയുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നമുക്ക് 100 കിലോമീറ്റർ റേഞ്ച് കൂടുതലോട്ടും EMIയിൽ ചേഞ്ച് വരെയെന്ന് പറഞ്ഞാൽ വെറും 1,700 ഒരു മാസം നിങ്ങൾ അധികം അടയ്ക്കേണ്ടി വരുള്ളൂ എന്നുള്ളതാണ്. ഇവിടെ തിയാഗോയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പ്രധാന ചേഞ്ചസ് ഫുൾ ബമ്പർ ഗ്രില്ലൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് എയർ ഇൻടേക്കിൻ്റെ ഒന്നും ഒരുപാട് ആവശ്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു എന്താ പറയുക 90% ഏരിയ ക്ലോസ്ഡ് ആണ് വന്നിട്ടുള്ളത്. ചെറിയ ഗ്രില്ലിൻ്റെ ഏറ്റവും അടിഭാഗത്തായിട്ട് നമുക്ക് ചെറിയൊരു ഓപ്പൺ എയർ ഇൻടേക്കിൻ്റെ ഭാഗം കാണാനായിട്ട് സാധിക്കും. അതുപോലെ ഫോഗ് ലാമ്പ് നമുക്ക് സ്റ്റോക്ക് ആയിട്ട് വരുന്നില്ല, അതിനുള്ളൊരു സ്പേസ് മാത്രമേ ഇവിടെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. ഹെഡ് ലാമ്പ് യൂണിറ്റ് ഫുൾ LED ആണ് വന്നിട്ടുള്ളത്. അതിൽ ഐബ്രോ ഷേപ്പിൽ നമുക്ക് DRL കൂടി കാണാം. ഇത് നമുക്ക് ഇൻഡിക്കേറ്ററാണ് വന്നിട്ടുള്ളത്. സോ ഇത് നമുക്ക് ഏറ്റവും ടോപ്പ് എൻഡിലാണ് LED DRLും LED ഹെഡ് ലാമ്പ് യൂണിറ്റ് ആയിട്ടുള്ള ഈ ഒരു നമുക്ക് ഇപ്പോൾ കാണുന്ന രൂപത്തിലുള്ള സിസ്റ്റം ലഭിക്കുക. അതിൽ ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. അതുപോലെ തന്നെ റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് നമുക്ക് ഫുൾ ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. അതിന് താഴെയുള്ള 2 വേരിയൻറ്റിൽ നമുക്ക് നോർമൽ ഹാലജൻ യൂണിറ്റ് സെറ്റപ്പ് ആയിരിക്കും. പക്ഷേ പ്യുർ എന്ന് പറയുന്ന 2ാമത്തെ വേരിയൻറ്റിൽ ഒരു ഫോളോ മി ഹോം ഫീച്ചർ ഉണ്ടായിരിക്കും എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ലോഗോയുടെ താഴെയായിട്ട് നമുക്ക് 360 ക്യാമറയുടെ ഭാഗമായിട്ടുള്ള ക്യാമറ കാണാം. എഗെയിൻ നമുക്ക് ടോപ്പ് എൻഡിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. നിലവിൽ ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും അഫോർഡബിൾ ആയിട്ടൊരു ഇലക്ട്രിക് വാഹനമാണ് ടാറ്റ തിയാഗോ.EV എന്ന് പറഞ്ഞാൽ. അതിന് നമുക്ക് അറിയാവുന്ന പോലെ കോമറ്റാണ് ഒരു കോമ്പറ്റേറ്റർ വരുന്നത്. അതിനേക്കാൾ പ്രൈസ് കുറവാണ് ഇപ്പോൾ നമുക്ക് ടാറ്റ തിയാഗോ. അതിനേക്കാൾ കൺവീനിയൻ്റ് ആണ്, പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു വാഹനം കൂടിയാണ്. സോ ഇതാണ് നമ്മുടെ ഫ്രണ്ട് ലുക്കിൻ്റെ ഒരു കാര്യം പറയാനുള്ളത്. 6 കളേഴ്സിൽ നമുക്ക് തിയാഗോ EV ലഭിക്കും. അതിൽ ഇവർ പരസ്യത്തിലൊക്കെ ഉപയോഗിക്കുന്ന കളറാണ് ഈ കാണുന്നത്, വിത്ത് ബ്ലാക്ക് റൂഫോട് കൂടിയിട്ട്. വശങ്ങളിലേക്ക് വന്നാൽ നമുക്ക് ടയർ നോക്കി തുടങ്ങാം. 3 വേരിയൻറ്റിലും 14 ഇഞ്ചാണ് ടയർ സൈസ്. കറക്റ്റ് പ്രൊഫൈൽ നോക്കിയാൽ 175, 65 പ്രൊഫൈലുള്ള 14 ഇഞ്ചാണ്. ബേസ് വേരിയൻറ്റിൽ നമുക്കൊരു സ്റ്റീൽ വീൽ അങ്ങനെ തന്നെ കിട്ടും. സെക്കൻഡ് വേരിയൻറ്റിൽ നമുക്ക് നോർമൽ വീൽ ക്യാപ്പ് ഉണ്ടായിരിക്കും. നമ്മളിപ്പോൾ ടോപ്പിൻ്റെ കാണുന്നത്, അതുകൊണ്ട് തന്നെ ഒരു സ്റ്റെയിൽഡ് വീലാണ് വന്നിട്ടുള്ളത്. പെട്ടെന്ന് കണ്ടാൽ അലോയ് ആണൊക്കെ തോന്നും, പക്ഷേ
ഒരു പ്ലാസ്റ്റിക് വീൽ ക്യാപ്പ് ആണ്. അതുപോലെ തന്നെ വീൽ ആർച്ച് നമുക്ക് കുറച്ചുകൂടി പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് വെക്കുന്ന രൂപത്തിലാണ്. മാത്രമല്ല അതിൽ കുറേ ഡോട്ട്സ് നിങ്ങൾക്ക് കാണാം, കാരണം ഇത് റീസൈക്കിൾ ചെയ്ത് വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുള്ളതെന്നാണ് ടാറ്റ പറഞ്ഞത്. സോ ഇതിങ്ങനെ പുറത്തേക്ക് തള്ളി വെച്ചപ്പോൾ എന്തൊരു ഗുണം ഉണ്ടായെന്ന് വെച്ചാൽ കുറച്ചുകൂടി വാനത്തെ ഒരു സൈസ് ഓൾറെഡി ടെയിൽ ലാമ്പും നമ്മുടെ LED ഹെഡ് ലാമ്പ് യൂണിറ്റൊക്കെ ആ രൂപത്തിൽ കുറച്ചുകൂടി പുറത്തേക്ക് നിൽക്കുന്ന രൂപത്തിലാണ്. വശങ്ങളിൽ ഈ ഒരു ആർച്ച് കൂടി ഇങ്ങനെ വന്ന് പുറത്തേക്ക് തള്ളി നിന്നപ്പോൾ വാഹനം കുറച്ചുകൂടി വലിയ വാഹനമായതിൻ്റെ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. ജസ്റ്റ് ഫീൽ മാത്രമേ ഉള്ളൂ, ഡയമെൻഷനിലൊന്നും മാറ്റം സംഭവിച്ചിട്ടില്ല. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനും ഫോൾഡ് ചെയ്യാനും കഴിയുന്ന ORMs നമുക്ക് ടോപ്പ് എൻഡ് ലഭിക്കുന്നത്, അതും വിത്ത് ഓട്ടോ ഫോൾഡോട് കൂടിയിട്ട് ലഭിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് രണ്ടാമത്തെ വേരിയൻ്റ് മുതലാണ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ലഭിക്കുന്നത്. ഈ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ രണ്ടാമത്തെ വേരിയൻ്റിലായിരിക്കും. ബേസ് വേരിയൻ്റ് എടുക്കുന്നവർക്കൊരു നോർമൽ, അതായത് ഇൻഡിക്കേറ്റർ പോലെ നമുക്ക് ORMൽ ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് അവിടെ വരുന്നൊരു മാറ്റം. ബേസ് വേരിയൻ്റ് മുതൽ നമുക്ക് ഡോർ ഹാൻഡിൽ ഒരു ക്രോം എലമെൻറ്റ് കാണാനായിട്ട് സാധിക്കും. അതുപോലെ പഴയ ജനറേഷൻ തിയാഗോയിൽ ഉണ്ടായിരുന്ന, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ, അതായത് കുറച്ചുകൂടി ഈ ഒരു സൈഡ് പ്രൊഫൈലിൽ സൈസ് കൂടുതൽ ഫീൽ ചെയ്യാനായിട്ട് ടാറ്റ ചെറിയൊരു സൂത്രപ്പണി ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഇവിടെ ഒരു ബ്ലാക്ക് സ്റ്റിക്കർ ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ലോങ് വ്യൂവിൽ നമുക്ക് ഇത്രയും വലിയൊരു വിൻഡോ ഏരിയ കിട്ടുന്ന ഒരു വാഹനമായിട്ട് നമുക്ക് ഫീൽ ചെയ്യിക്കുന്നതാണ്. അതിൻ്റെ ആവശ്യമില്ല, ഇത് തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ സൈസിന് ഓക്കെയാണ്. ആരുടെ ഐഡിയ ആണെങ്കിലും ഇതത്ര നല്ലൊരു ഐഡിയ ആയി തോന്നിയില്ല എന്നുള്ളതാണ്. വെറുതെ ഒരു സ്റ്റിക്കറിൻ്റെ അവിടെ ആവശ്യമില്ലായിരുന്നു എന്ന് തോന്നി. പിന്നെ രണ്ടാമത്തെ വേരിയൻ്റ് തൊട്ട് നമുക്ക് ഷാർക്ക് ഫിൻ ആൻഡ് ലഭിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഒരു സൈഡ് പ്രൊഫൈലിൻ്റെ ഒരു കാര്യം പറയാനുള്ളത്. ലെഫ്റ്റ് സൈഡിലാണ് നമുക്ക് ഒരു ചാർജിങ് പോർട്ട് വന്നുള്ളത്. അതായത് ഇതൊരു പെട്രോൾ വാനിൽ നിന്നും കൺവേർട്ട് ചെയ്ത് വന്നുള്ള രീതിയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഫ്യൂൽ ലിഡിൻ്റെ അതേ സ്പേസിലാണ് നമുക്ക് ചാർജിങ് പോർട്ട് ലഭിക്കുക. ഒരു ചാർജിങ്ങിൻ്റെ സ്പീഡ് കൂട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട്. ഇപ്പോൾ നിങ്ങൾ പഴയ തിയാഗോ EV ഉപയോഗിക്കുന്ന ഒരു അപ്ഗ്രേഡ് ചെയ്യണമെന്ന് വെച്ചാൽ ഒരൊറ്റ റീസണിന് വേണ്ടി അപ്ഗ്രേഡ് ചെയ്യാം, അല്ലെങ്കിൽ 2 റീസണിന് വേണ്ടി അപ്ഗ്രേഡ് ചെയ്യാൻ പറയാം. അതിൽ ഒന്ന് എന്ന് പറഞ്ഞാൽ ലൈഫ് ടൈം വാറണ്ടി കിട്ടുന്നതാണ്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ചാർജിങ് സ്പീഡാക്കിയിട്ടുണ്ട്. അതായത് 30 kW വരെ സപ്പോർട്ട് ചെയ്യുന്ന ചാർജറാക്കി മാറ്റിയിട്ടുണ്ട്. അങ്ങനെ പറയുമ്പോൾ നമുക്കൊരു 10% തിയാഗോ EV നിങ്ങളിപ്പോൾ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ 80% ആവാൻ വെറും 35 മിനിറ്റ് മതി. DC ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ കാര്യമാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 18 മിനിറ്റ് ചാർജ് ചെയ്യാൻ തന്നെ 100 കിലോമീറ്റർ ഓടാനുള്ള ചാർജ് ആവും എന്നുള്ളതും ബ്രാൻഡ് പറഞ്ഞിട്ടുണ്ട്. 30 kW എന്ന് പറഞ്ഞ ഒരു ഐഡിയൽ ഒരു യൂണിറ്റ് ആണ്. അതിൽ ഒരു പവർ ഗ്രിഡിൽ നമുക്ക് സാധാരണ നാട്ടിൽ നോർമലി കാണുന്നത് 40 to 70 kW ചാർജിങ് ഗ്രിഡുകളാണ് നമ്മൾ പുറത്ത് കാണാറുള്ളത്. 70 എന്ന് പറഞ്ഞാൽ നമുക്ക്, നിങ്ങൾ ചാർജിങ് പോയിന്റിൽ പോയവർക്കറിയാം, ഒരു 70 വാട്ടിൻ്റെ ഒരു ഗ്രിഡിൽ 2 സൈഡിലും ഗണ്ണുണ്ടാവും. സോ 2 വാഹനങ്ങൾ ഒരേ സമയം ചാർജ് ചെയ്യുന്ന സമയത്ത് ഈ 70 സ്പ്ലിറ്റ് ആയിട്ട് 35 kW ആ വണ്ടിക്കും 35 kW ഈ വണ്ടിക്കാണ് കിട്ടുക. അങ്ങനെ നോക്കുന്ന സമയത്ത് 30 kW സപ്പോർട്ട് ചെയ്യുന്നൊരു വാഹനം എന്ന് പറയുമ്പോൾ ഒരു ഐഡിയൽ കണക്കാണ്. നമ്മുടെ നാട്ടിൽ പ്രാക്ടിക്കലി നല്ലതാണ് എന്ന് പറയുന്നത്. നമുക്കിത് 70 100 kW സപ്പോർട്ട് ചെയ്യുന്ന വണ്ടിയാണെങ്കിലും ആ ചാർജ് സ്റ്റേഷനിൽ പോയാൽ 30 kW തന്നെ ചാർജ് ആവുള്ളൂ എന്നുള്ളതാണ് അതിൽ വരുന്നൊരു കാര്യം. ഇനി റിയർ പ്രൊഫൈലും നോക്കാം. റിയർലി D4 നമുക്ക് രണ്ടാമത്തെ വേരിയൻ്റ് തൊട്ട് വരുന്നുണ്ട്. പക്ഷേ അത് ഓട്ടോ D4 ആയിട്ട് മാറുന്നുണ്ട്. ടോപ്പ് എൻഡ് എടുക്കുന്നവർക്ക് വൈപ്പർ വാഷർ നമുക്ക് ടോപ്പ് എൻഡിലാണ് ലഭിക്കുക. എഗൈൻ പ്രധാന ഒരു മാറ്റം സംഭവിക്കുന്നത് നിങ്ങൾ ഈ കാണുന്ന പോലെ കണക്റ്റിംഗ് ടൈപ്പ് ലൈറ്റ് പോലുള്ളൊരു തോന്നൽ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയാം. അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇവിടെ മാത്രമേ ഇലുമിനേഷൻ വരുള്ളൂ. ടെയിൽ ലാമ്പ് യൂണിറ്റിലും ഇൻഡിക്കേറ്ററായിട്ട് ഈ ഒരു കണക്റ്റിംഗ് ടൈപ്പ് ഭാഗത്ത് ഇലുമിനേഷൻ കൊടുത്തില്ല, ജസ്റ്റ് ഒരു ഡിസൈൻ മാത്രമേ നൽകിയിട്ടുള്ളൂ. ഇതും നമുക്ക് ആ ഒരു ബോഡിയിൽ നിന്നും കുറച്ചുകൂടി പുറത്തേക്ക് നിൽക്കുന്ന രൂപത്തിലാണ് ഇതിൻ്റെ ഒരു ഫിനിഷിങ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചുകൂടി ഒരു ലെങ്ത്ത് കൂടിയിട്ടുണ്ടോ, വാഹനം വലുതായോ എന്നുള്ളൊരു ഫീലൊക്കെ നമുക്ക് ഈ ഒരു റിയർ പ്രൊഫൈലിൽ ലഭിക്കുന്നുണ്ട് എന്ന് പറയാം. റിയർ ബമ്പറും റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. സൈഡിൽ കാണുന്നത് റിഫ്ലക്ടറാണ്, റിയർ പാർക്കിംഗ് സെൻസേഴ്സ് ആണ്. ബേസ് വേരിയൻ്റ് തൊട്ടിട്ടുണ്ട്. ഇതിൽ 360 ക്യാമറ വരുന്നുണ്ട്. അതല്ലെങ്കിൽ പോലും രണ്ടാമത്തെ വേരിയൻ്റ് തൊട്ട് നമുക്ക് റിയർ വ്യൂ ക്യാമറ വരുന്നുണ്ട്. tiago.ev എന്നുള്ള ബാഡ്ജിങ് കാണാനായിട്ട് സാധിക്കും. സോ വലിയ ഒരു എന്താ പറയുക, ഹൈ എൻഡ് വാഹനമൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ലഭിക്കുക. 240 ലിറ്ററാണ് ബൂട്ട് സ്പേസ് വന്നിട്ടുള്ളത്. സ്പെയർ വീൽ നമുക്ക് വരുന്നില്ല. അത്യാവശ്യം വാഹനത്തിൻ്റെ സൈസ് വെച്ച് നോക്കുമ്പോൾ 240 എന്നുള്ളത് ഡീസൻ്റ് ആയിട്ടുള്ള സ്റ്റോറേജ് ഏരിയ എന്ന് പറയാം. രണ്ടാമത്തെ വേരിയൻ്റ് തൊട്ടാണ് നമുക്ക് പാർസൽ ട്രേ ലഭിച്ചു തുടങ്ങുന്നത്. ഇത്രയൊക്കെയാണ് നമ്മുടെ ഓവറോൾ ലുക്കിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായം കാണാനുള്ള ലുക്കിനെ കുറിച്ചിട്ട് ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണം. എനിക്ക് പഴയതിനേക്കാൾ ബെറ്റർ ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. സോ ഇത്ര നേരം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ ടോപ്പ് എൻഡിലാണ് പ്രധാനപ്പെട്ട ഹൈലൈറ്റ്, അതായത് പരസ്യങ്ങളിലൊക്കെ നിങ്ങൾ കൂടുതൽ കാണുന്ന ഫീച്ചേഴ്സ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഞാൻ ഇത് ഏത് വേരിയൻ്റെ ബെസ്റ്റ് എന്ന് പറയാം. അതായത് നിങ്ങൾ 19 kW ബാറ്ററി പാക്ക്, അതായത് സ്റ്റാൻഡേർഡ് ഏറ്റവും കുറഞ്ഞ ബാറ്ററി പാക്ക് എടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ബേസ് വേരിയൻ്റ് എടുക്കാം, അല്ലെങ്കിൽ സെക്കൻഡ് വേരിയൻ്റ് എടുക്കാം. നിങ്ങളുടെ ബഡ്ജറ്റ് പോലെ എടുക്കാം എന്നുള്ളതാണ്. ബേസ് വേരിയൻ്റിൽ കുറേ ഫീച്ചേഴ്സ് കുറവാണ്. സെക്കൻഡ് വേരിയൻ്റ് ആണെങ്കിൽ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ്, ഇൻഫർടൈൻമെൻ്റ് ഒക്കെ നമുക്ക് ആഡ് ആവുന്ന 4 പവർ വിൻഡോ വരുന്നതൊക്കെ സെക്കൻഡ് വേരിയൻ്റിൽ. അപ്പോൾ അത്രയും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ബേസ് വേരിയൻ്റ് ഉണ്ടായിരിക്കില്ല. പക്ഷേ ഒരു എന്താ പറയുക, ഫീച്ചേഴ്സ് ഒന്നും വേണ്ട, നമുക്ക് ഇതിൻ്റെ യൂസ്, അതായത് നമ്മുടെ റേറ്റ് കുറവിൽ നമുക്ക് മാക്സിമം ഓടുക എന്നുള്ളൊരു കൺസെപ്റ്റൊക്കെ ഉള്ളവർക്ക് ബേസ് വേരിയൻ്റ് എടുത്താലും മതി. ഓൺ റോഡ് വെറും നമുക്കൊരു 8 ലക്ഷത്തിനകത്ത് തന്നെ നമുക്ക് ഇറക്കാനായിട്ട് പറ്റും. അതല്ല, നിങ്ങൾ 24 kW ബാറ്ററി പാക്ക് എടുക്കുന്നെങ്കിൽ ടോപ്പ് എൻഡ് ആണ് നല്ലത്. അതായത് സെക്കൻഡ് വേരിയൻറ്റും
ടോപ്പ് എൻഡ് തമ്മിൽ വെറും 60,000 രൂപയുടെ ഡിഫറൻസ് വരുന്നുള്ളൂ. അതിലാണ് നമുക്ക് ഇത്രയധികം മാറ്റങ്ങൾ. ഹെഡ് ലാമ്പ് മാറി, 360 ഡിഗ്രി ക്യാമറ ആഡായി, അതുപോലെ തന്നെ ഇൻറ്റീരിയറിൽ നോക്കുകയാണെങ്കിലും വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ടച്ച് സ്ക്രീനിൻ്റെ സൈസ് മാറുന്നുണ്ട്. അപ്പോൾ ഉള്ളിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ പഴയ വാഹനത്തും വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നമുക്കൊരു ഡ്യുവൽ ടോൺ ഇൻറ്റീരിയർ ആയിട്ടുണ്ട്. പ്രധാനമായിട്ട് നിങ്ങൾ സ്പേസ് ഓൾറെഡി നിങ്ങൾക്കറിയാം 6 അടി ആയിട്ടുള്ള എനിക്ക് ഞാൻ കംഫർട്ടബിൾ ആയിട്ടാണ് മുന്നിലിട്ടിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ജസ്റ്റ് ഓക്കെ എന്ന് പറയാവുന്ന ഒരു സീറ്റാണ് വന്നിട്ടുള്ളത്. കുറച്ചുകൂടി ചെറിയ ആളുകളാണെങ്കിൽ കുറച്ചുകൂടി കംഫർട്ടായിട്ട് ഇരിക്കാനായിട്ട് പറ്റും. ആ രൂപത്തിലാണ് സ്പേസ് വരുന്നത്. ഡോർ പാഡ് നോക്കുകയാണെങ്കിൽ പുതിയ ഒരു ഡുവൽ ടോൺ തീമാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ഹാൻഡിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു ആംറസ്റ്റിൻ്റെ ഭാഗം നമുക്ക് ഒരു സിയറയിലോ അല്ലെങ്കിൽ കർവിലൊക്കെ കണ്ട പോലുള്ള ഒരു ഡിസൈനാക്കി മാറ്റിയിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു പവർ വിൻഡോയുടെ ടോഗിൾ സ്വിച്ചാണ് കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് രണ്ടാമത്തെ വേരിയൻ്റ് തൊട്ടാണ് ലഭിക്കുക. കാരണം ബേസ് വേരിയൻ്റ് നിങ്ങൾക്ക് പുറകിലേക്ക് പവർ വിൻഡോ ഉണ്ടായിരിക്കില്ല. ഇവിടെ ആംറസ്റ്റിൻ്റെ സോഫ്റ്റ് ടച്ച് പാഡിങ് എല്ലാ വേരിയൻറ്റിലും ഉണ്ടായിരിക്കും. ഇൻസൈഡ് ഡോർ ലിവറിന് നമുക്ക് അത്യാവശ്യം ഒരു നല്ല ഒരു ഫിനിഷിങ്, സാറ്റിൻ ക്രോം ഫിനിഷൊക്കെ നൽകിയിട്ടുണ്ട്. അതൊക്കെ വളരെ രസകരമായി വന്നിട്ടുണ്ട്. രണ്ടാമത്തെ വേരിയൻ്റ് തൊട്ട് നമുക്ക് 4 സ്പീക്കർ വരുന്നുണ്ട്. സോ ഡോറിൽ നമുക്ക് സ്പീക്കറിൻ്റെ ഒരു സ്പേസും കാണാൻ സാധിക്കും. ഇനി പുതിയ 2 കാര്യങ്ങളാണ് തിയാഗോയിൽ ആഡ് ആയിട്ടുള്ളത് റിയറിൽ ഇരിക്കുന്നവർക്ക്. അത് ഒന്ന് AC വെൻസ് ആണ്. നമുക്ക് ഈ ഒരു ചെറിയ വാഹനത്തിൽ പുറകിലേക്ക് AC വെൻ്റ് ഉണ്ടായിരുന്നില്ല, അതിപ്പോൾ ആഡായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 6 എയർ ബാഗ് വരുന്നുണ്ട് എന്നുള്ളതാണ്. പഴയ തിയാഗോയിൽ 2 എയർ ബാഗ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് കർട്ടൻ എയർ ബാഗ്സ് കൂടി ആഡായിട്ടുണ്ട്. അതിൻ്റെ ബാഡ്ജിങ് നമുക്കിത് എല്ലാ ഭാഗങ്ങളിലും കാണാനായിട്ട് സാധിക്കും. ഇത് 2 മാറ്റങ്ങളാണ് റിയറിൽ. പ്രധാന മാറ്റങ്ങൾ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ ചെറിയ വാഹനം ആയതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള സ്പേസ്, നല്ല കംഫർട്ടുള്ള സീറ്റുകൾ വരുന്നുണ്ട്. അത്യാവശ്യം ദൂരയാത്രയെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. എന്തായാലും മാക്സിമം ഒരു 210 കിലോമീറ്ററാണ് ഇതിൽ ഫുൾ നമ്മുടെ ലോങ് റേഞ്ച് എടുത്താൽ തന്നെ ഓടുക. സോ ഒരു 200 കിലോമീറ്റർ ഓടാനുള്ള കംഫർട്ട് കാര്യങ്ങളൊക്കെ ഇതിൽ കിട്ടുമെന്ന് പറയാം. ഇനി മാറ്റങ്ങൾ പറയാനുള്ളത് ഡ്രൈവർ സൈഡിലാണ്. സോ ഇതാണ് നമ്മുടെ സ്മാർട്ട് കീ വന്നിട്ടുള്ളത്. ഇത് ടോപ്പ് എൻഡിൽ മാത്രമേ നമുക്ക് തിയാഗോയിൽ ലഭിക്കുകയുള്ളൂ. അതായത് ഞാൻ പറഞ്ഞ 60,000 രൂപയ്ക്ക് ഇത്രയധികം മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇതിൽ ലോക്ക് അൺലോക്ക്, ഹെഡ്ലൈറ്റ്, അതുപോലെ ബൂട്ട് ഓപ്പണിങ്, അത്രയും കാര്യങ്ങളൊക്കെ കാണാം. കൂടാതെ പാസീവ് ഉണ്ട്. ഇത് നമ്മുടെ പോക്കറ്റിലുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ പ്രസ് ചെയ്താൽ വണ്ടി ലോക്കാവും. അതുപോലെ തന്നെ അൺലോക്ക് ആവുകയും ചെയ്യും. ടോപ്പിൻ്റെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ലോക്ക് ആക്കുമ്പോഴും അൺലോക്ക് ആക്കുമ്പോഴും നമ്മൾ ഓട്ടോ ഫോൾഡിങ് മിറേഴ്സ് കൂടി വർക്കാവും. ആ രൂപത്തിലാണുള്ളത്. ഇവിടെ ഇപ്പോഴാണ് അൺലോക്ക് ആയത്. അതുകൂടാതെ തന്നെ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ നമുക്ക് ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു ഫുൾ ഓപ്ഷൻ മാത്രമേ ലഭിക്കുകയുള്ളൂ. താഴെയുള്ള 2 പേരിൽ നിങ്ങൾക്ക് അത് കാണാനായിട്ട് സാധിക്കില്ല. പിന്നെ ഡ്രൈവർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ നമുക്ക് ഡ്രൈവർ സൈഡ് പവർ വിൻഡോക്ക് വരുന്നുണ്ട്. അതും ടോപ്പിൻ്റെ എടുക്കുന്നവർക്ക് മാത്രമേ കിട്ടുള്ളൂ. ബാക്കിയുള്ള വേരിയൻറ്റിലൊക്കെ നോർമൽ ആയിരിക്കും എന്നുള്ളതാണ്. ഇവിടെ ഡോർ പാഡ് നോക്കുകയാണെങ്കിൽ പുറകിൽ കണ്ട ഒരു കളർ തീം, അതുപോലെ തന്നെ ആംറസ്റ്റ് ഭാഗം, അത് പക്ഷേ ഒരു വൈറ്റ് അല്ലെങ്കിൽ ആ ഒരു ഷെയ്ഡ് കൊടുത്തുകൊണ്ട് പെട്ടെന്ന് ചളിയാവാനുള്ള സാധ്യതയുണ്ട്. വേറെ അവിടെ കുഴപ്പ കാര്യങ്ങളൊന്നുമില്ല. സാധാരണ നമ്മൾ സ്റ്റോറേജ് ഏരിയ കാര്യങ്ങളൊക്കെ ഒരു ഇത്ര ഒരു എൻട്രി ലെവൽ വാഹനത്തിൽ നോക്കുന്നതനുസരിച്ച് ഡീസൻ്റ് ആണെന്ന് പറയാം. സോ അപ്പോൾ ഇതാണ് മാക്സിമം സ്പേസ്. മാക്സിമം ഒരു 6 അടി ആയിട്ടുള്ള എനിക്ക് കുറച്ച് ടാസ്ക്കാണ് ഇരിക്കാനെന്ന് പറയാം. എന്ന് വെച്ചാൽ ലെഗ് റൂമിൻ്റെ കാര്യമാണ്. പക്ഷേ ഹെഡ് റൂമൊക്കെ അടിപൊളിയാണ്. അത്യാവശ്യം ഡീസൻ്റായിട്ട് 4 വരലിൻ്റെ സ്പേസ് കിട്ടുന്നുണ്ട്. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം പുതിയ തിയാഗോയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നിക്കലി കാര്യങ്ങളും അല്ലെങ്കിൽ വാറൻ്റി ഒക്കെ മാറ്റി നിർത്തിയാലും പിന്നെ പറയാനുള്ളത് ഒരു സ്റ്റിയറിംഗ് വീലാണ്. ആ ഒരു സ്മാർട്ട് സ്റ്റിയറിംഗ് വീല് മാറിയപ്പോൾ കുറച്ചൊരു ലുക്ക് അല്ലെങ്കിൽ കുറച്ചുകൂടി പ്രീമിയം ഫീൽ പ്രധാനമായിട്ട് വരാൻ കാരണം ഈ ഒരു ഏരിയ ആണെന്ന് പറയാം. അതിൽ ഇലുമിനേറ്റഡ് ലോഗോ വരുന്ന ആ ഒരു ഗ്ലാസ് ടൈപ്പ് ഉണ്ടായിരുന്നത് ഓരോ വണ്ടിയിലും ഓരോ രൂപത്തിലായിരുന്നു. എന്ന് വെച്ചാൽ തിയാഗോ തന്നെ നമ്മൾ 2 ഒരുമിച്ച് നിർത്തി നോക്കിയാൽ അതിൻ്റെ പാനൽ ഗ്യാപ്പുകളൊക്കെ ഡിഫറൻ്റ് ആയിട്ട് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് അതൊക്കെ സോൾവ് ചെയ്തിട്ടുണ്ട്. ടാറ്റ.EV എന്നുള്ള ബ്രാൻഡിങ് ലോഗോ മാറ്റി ഇങ്ങനെ കൊടുത്തപ്പോൾ കുറച്ചുകൂടി പ്രീമിയം ഫീൽ ഇവിടെ വന്നിട്ടുണ്ട്. ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ് വരിക. ഇത് നമുക്ക് എല്ലാ വേരിയൻറ്റിലും സിമിലർ ആയിരിക്കും. രണ്ടാമത്തെ വേരിയൻ്റ് തൊട്ട് സ്റ്റിയറിംഗ് മൗണ്ടർ കൺട്രോൾസ് ലഭിക്കുന്നുണ്ട്. അത് ഈ ഭാഗത്തുള്ള കൺട്രോൾസാണ്, മീഡിയ കൺട്രോൾസാണ് ലഭിക്കുക. ഇവിടെ നമുക്ക് ക്രൂയിസ് കൺട്രോളാണ് കാണുന്നത്. ടോപ്പ് എൻഡിൽ മാത്രമേ ലഭിക്കുള്ളൂ എന്നുള്ളതാണ്. ഇത് നമുക്ക് ടിൽറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെയാണ് നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസ്, ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ് വരുന്നുണ്ട്. ഇവിടെ വൈപ്പറിൻ്റെ കൺട്രോൾസ് കാണാം. ഓട്ടോമാറ്റിക് വൈപ്പർ നമുക്ക് ഫുൾ ഓപ്ഷനിൽ വരുന്നുണ്ട്. പിന്നെ ഒരു ഐലാൻഡ് ടൈപ്പാണ് നമുക്ക് ക്ലസ്റ്റർ നൽകിയിട്ടുള്ളത്. അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് അതിൽ അറിയാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെ തന്നെ ഇതൊരു TFT ഡിസ്പ്ലേ ആണ്. സൈഡിൽ ഗ്രാഫിക്സിൽ നമുക്ക് റീജൻ ഡ്രൈവ്, അതിൽ പവർ കൺസ്യൂമിങ്ങിൻ്റെ ഒക്കെ ഒരു ഗ്രാഫിക്സ് ഇവിടെ കാണാം. റീജനറേഷൻ്റെ ലെവൽ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ചാർജ് നമുക്ക് ഡിജിറ്റലായിട്ട് ഇങ്ങനെ ഒരു ബ്ലോക്ക് പോലെ ഇവിടെ കാണാം. അതല്ലാതെ പെർസെൻറ്റേജ് അയച്ച് നമുക്ക് ഇവിടെയും കാണാനായിട്ട് സാധിക്കും. ഓഡോമീറ്റർ, ട്രിപ്പ് മീറ്റർ, അത്തരം കാര്യങ്ങളും പിന്നെ നമ്മുടെ ഏത് ഡോർ ഓപ്പൺ ആയി അത്ര ഇൻഫർമേഷൻസ്, ടയർ പ്രഷർ മോണിറ്റർ, ഇതും പഴയ വാഹനത്തിലില്ലായിരുന്നു. അതും നമുക്ക് പുതിയ 5 ടയർ പ്രഷർ മോണിറ്ററിങ്, ഔട്ട്സൈഡ് ടെമ്പറേച്ചർ, ക്ലോക്ക്, റേഞ്ച്, അങ്ങനെ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ അറിയാം. പിന്നെ നമുക്കിതിൽ സിറ്റി, സ്പോട്ട് എന്നിങ്ങനെ 2 ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട്. അതിൻ്റെ ഇൻഫർമേഷൻ നമുക്ക് അവിടെ അറിയാം. ഇപ്പോൾ നമുക്ക് സ്പോട്ട് ഇടാൻ പറ്റില്ല, കാരണം 14% ചാർജ് ആയതുകൊണ്ടോ SOC ലോ ഫോർ സെലക്റ്റഡ് മോഡ് എന്ന് കാണിക്കുന്നുണ്ട്. അതും രസമായി വന്നിട്ടുണ്ട്. എനിക്ക് അതിൻ്റെ ഫിനിഷൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പെട്ടെന്ന് നോക്കിയാൽ ഇപ്പോൾ നിങ്ങൾക്ക് അയ്യോ എന്താ, അതായത് ഒരു കൺവെൻഷണൽ ടൈപ്പ് അല്ലല്ലോ എന്ന് തോന്നും. പക്ഷേ നിങ്ങൾക്കൊരു ഇലക്ട്രിക്കിനെ സംബന്ധിച്ചിടത്തോളം കണ്ടോ, നല്ല രീതിയിൽ റീഡബിൾ ആണ്. ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു പക്ക ഒരു ഐലാൻഡ് എന്ന് പേര് സൂചിപ്പിക്കുന്ന പോലെ എനിക്ക്
നൈസായി ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ല, മൊത്തത്തിൽ സ്റ്റിയറിംഗ് വീൽ MID മാത്രമല്ല, മൊത്തത്തിൽ ഡാഷ്ബോർഡ് നിങ്ങൾ നോക്കിയാൽ വളരെ സ്റ്റൈലിഷ് ആയിട്ടുണ്ട് എന്ന് പറയാം. അത് ആ ഒരു AC വെൻ്റ് ഇരിക്കുന്ന ഷേപ്പ് ആണെങ്കിലും ഒരു കളർ തീം ആണെങ്കിലും മുകളിൽ കൊടുത്തുള്ള ഒരു ഫാബ്രിക് ടച്ച് ആണെങ്കിലും ഒക്കെ കൂടിയിട്ട് ഒരു ഓട്ടോമാറ്റിക് ACയുടെ ഒരു ഏരിയ, അങ്ങനെ മൊത്തത്തിൽ ഡാഷ്ബോർഡിൻ്റെ ഏരിയ നൈസായി വന്നിട്ടുണ്ട്. ഒരു ബിഗ് ലേക്ക് കൊടുക്കുകയാണ് ടാറ്റയ്ക്ക് ആ ഒരു ഡിസൈനിങ്ങിൻ്റെ കാര്യത്തിന് വേണ്ടി. ഇവിടെ നമുക്കൊരു ആംറസ്റ്റിൻ്റെ ഭാഗം നമ്മുടെ സിയറയിൽ കണ്ട പോലെ തന്നെയാണ് നൽകിയിട്ടുള്ളത്. കണ്ടോ, ഇത്തരത്തിൽ സിയറയിൽ നമ്മൾ ആദ്യം ഈ ഒരു ഡിസൈൻ തീം കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ AC വെൻറ്റിലൊക്കെ നമുക്ക് പുറത്തേക്ക് തള്ളി വയ്ക്കുന്നതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഡോർ പാഡ് ഡിസൈൻ ചെയ്തിരിക്കുന്ന രീതിയൊക്കെ കാണാൻ സാധിക്കും. ഓക്കെ, മനോഹരമായിട്ടുണ്ട്. ഇൻഫർടൈൻമെൻറ്റ് കാര്യത്തിലേക്ക് ആണെങ്കിൽ 10.5 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീനാണ് നമുക്ക് ഫുൾ ഓപ്ഷൻ ലഭിക്കുക. നമുക്കൊരു 8 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീനാണ് പ്യൂറിൽ ലഭിക്കുക. ബേസ് വേരിയൻറ്റിൽ ടച്ച് സ്ക്രീൻ ഒന്നും തന്നെ ഉണ്ടാവില്ല. ആ രൂപത്തിലാണുള്ളത്. വയർലെസ് ആയിട്ട് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ മാത്രമല്ല ഫുൾ ഓപ്ഷനിൽ നമുക്ക് 360 ക്യാമറ വരുന്നുണ്ട്. എന്താ ക്വാളിറ്റി നോക്കിയേ, കിഡിലിനായിട്ട് നമുക്ക് കാണാം. ആദ്യമായിട്ട് ലൈസൻസ് എടുത്ത് നിങ്ങൾ ഓടിക്കാൻ തുടങ്ങുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതിലും നല്ലൊരു വിഷ്വൽ നിങ്ങൾക്ക് വേറെ കിട്ടാനില്ല എന്നുള്ളതാണ്. വാഹനം മൊത്തം നമുക്കിതിൽ ഡിസ്പ്ലേയിൽ കാണാനായിട്ട് സാധിക്കും. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് വാഹനം ഓടിക്കുക എന്നുള്ളതാണ്. പിന്നെ സാധാരണ കാണുന്ന പോലുള്ള ഒരുവിധ എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് ഇതിലറിയാം. പിന്നെ ഐറ കണക്ടിവിറ്റി വരുന്നുണ്ട്. 40ഓളം നമുക്ക് കണക്റ്റഡ് ഫീച്ചേഴ്സ് നൽകിയിട്ടുണ്ട്. അങ്ങനെ ഫുള്ളി ലോഡറാണെന്ന് പറയാം. താഴേക്ക് വന്നാൽ നമുക്ക് റീജൻ മോഡുകളുടെ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത്, ഹസാർഡ് ലാമ്പ്, നമ്മുടെ ചാർജറിൻ്റെ ഓപ്പണിങ്, അതുപോലെ തന്നെ 360 ഡിഗ്രി ക്യാമറയുടെ ഒരു കൺട്രോളൊക്കെ നൽകിയിട്ടുണ്ട്. താഴേക്ക് വന്നാൽ ഓട്ടോമാറ്റിക് AC ആണ്. സ്റ്റാൻഡേർഡാണ്. ബേസ് വേരിയൻറ്റ് നമുക്ക് ഓട്ടോമാറ്റിക് AC വരുന്നുണ്ട്. അതിന് താഴേക്ക് വന്നാൽ 2 C ടൈപ്പ് ചാർജിങ് ബോർഡ്സ് കാണാം. ഒന്ന് 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് നൽകിയിട്ടുള്ളത്. അതൊക്കെ നമുക്ക് രണ്ടാമത്തെ വേരിയൻറ്റ് മുതലാണ് ലഭിക്കുക. കൂടാതെ ഇവിടെ വയർലെസ് ചാർജർ കാണാം. ഒന്നല്ല, 2 വയർലെസ് ചാർജർ, 2 ഫോണുകൾ ഒരേ സമയം ഇവിടെ വയർലെസ് ആയിട്ട് ചാർജ് ചെയ്യാം. എഗെയിൻ ഒരു ലേക്ക് കൊടുക്കുകയാണ്. ഈ ഒരു ചെറിയ വാഹനത്തിലൊക്കെ അതൊന്നും ആരും ചിന്തിക്കാത്ത സാധനമാണെന്ന് പറയാം. പിന്നെ ഡ്രൈവ് സെലക്ടർ, ന്യൂട്രൽ, ഡ്രൈവ്, സ്പോർട്ട്, റിവേഴ്സ് കാണാം. ഒരു പാർക്ക് ഇവിടെ മിസ്സിംഗ് ആണ്. പാർക്കിൻ്റെ ഓപ്ഷൻ കൊടുക്കായിരുന്നു എന്ന് തോന്നി. അത് മാത്രം അതിലൊരു കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. അപ്പോൾ ഡ്രൈവ് മോഡ് സെലക്ട് ചെയ്യാൻ വേറെ കൺട്രോളൊന്നുമില്ല. നമ്മൾ ഓൾറെഡി വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡിഫോൾട്ടായിട്ട് സിറ്റി മോഡിലായിരിക്കും ഉണ്ടാവുക. നിങ്ങൾക്ക് സ്പോർട്ട് മോഡ് ആക്കണമെങ്കിൽ തിരിച്ച് ഡ്രൈവ് അതുപോലെ തന്നെ സ്പോർട്ട് എന്നിങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ താഴേക്ക് വന്നാൽ കപ്പ് ഹോൾഡേഴ്സ് കാണാം. ഇവിടെ കുറേ കുഞ്ഞു കുഞ്ഞു ഡീറ്റെയിലിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ കിടക്കുന്നില്ല, അതൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ മാനുവലി ഹാൻഡ് ബ്രേക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ടിയാഗോയിൽ ആദ്യമായിട്ട് നമുക്കൊരു ആംറസ്റ്റ് വന്നിട്ടുണ്ട്. ഡ്രൈവർ സൈഡ് ആംറസ്റ്റ്, അതിനും സോഫ്റ്റ് ടച്ച് ആണ് കൊടുത്തിട്ടുള്ളത്. അതിന് താഴെ ചെറിയൊരു സ്റ്റോറേജ് ഏരിയ കാണാനായിട്ട് സാധിക്കും. ഗ്ലോ ബോക്സ് നമുക്ക് കൂൾഡാണ് വന്നിട്ടുള്ളതും. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അല്ലെങ്കിൽ ഒരു എൻട്രി ലെവലിലൊക്കെ നല്ല ഫീച്ചറാണെന്ന് പറയാം. രണ്ടാമത്തെ വേരിയൻറ്റ് തൊട്ട് നമുക്ക് മാനുവലി ഡിം ചെയ്യാൻ കഴിയുന്ന IRM വരുന്നുണ്ട്. ഒരു മാപ്പ് ലാമ്പ് വൈറ്റ് പ്രകാശത്തോടു കൂടി വരുന്നുണ്ട്. ഇവിടെ ടോൾ റെസീപ്റ്റ് ഹോൾഡറും അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ നമുക്ക് വാനിറ്റി മിററാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഓവറോൾ കാര്യങ്ങൾ പറയാനുള്ളത്. 2 ഇൻ്റലിജൻ്റ് ആയിട്ട് കാര്യങ്ങൾ എന്താ വെച്ചാൽ കുറച്ചുകൂടി നമുക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിങ് വന്നിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ ഇടുന്ന സമയത്ത് ആ വശത്തെ വ്യൂ നമുക്ക് ഇവിടെ കാണാം. അതായത് മിററിലുള്ള ക്യാമറയുടെ വ്യൂ നമുക്ക് ഈ ഒരു സ്ക്രീനിൽ കാണാം. ഇനി റൈറ്റ് സൈഡിൽ ഇട്ടാൽ റൈറ്റ് മിററിലെ വ്യൂ നമുക്ക് ഇവിടെ കാണാം. അതുകൊണ്ട് ടേൺ എടുക്കുന്നവരൊക്കെ ബിഗിനേഴ്സിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണെന്ന് പറയാം. പിന്നെ ഒരു IBeam അസിസ്റ്റ് എന്നൊരു ഫീച്ചർ കൂടി ഉണ്ട്. അതിൽ വലിയ കഥയൊന്നുമില്ല, എന്നാൽ പോലും ജസ്റ്റ് നമ്മൾ IBeam ഇട്ട് കുറച്ച് ദൂരം പോകുകയാണെങ്കിൽ ഇതിലിങ്ങനെ എഴുതി കാണിക്കും ഡിം ചെയ്യാനായിട്ട് IBeam ഇട്ട് ഓടിക്കില്ലേ എന്നുള്ളത് കാണിക്കും. അത് ഒരു ഇൻ്റലിജൻ്റ് അല്ലെങ്കിൽ മുന്നിലുള്ള വാഹനത്തെ ട്രാക്ക് ചെയ്തിട്ടൊന്നുമല്ല, ചുമ്മാ എഴുതി കാണിക്കുന്നതാണ്. എന്നാലും ഒരു റിമൈൻഡർ എന്നുള്ള രൂപത്തിൽ നമുക്ക് കണക്കാക്കാം എന്നുള്ളതാണ്. ബാറ്ററി പാക്കിലും മോട്ടറിലൊന്നും ചേഞ്ച് ഇല്ലാത്തതുകൊണ്ട് പഴയ വാഹനത്തിൻ്റെ അതേ പവർ ഫിഗേഴ്സാണ് നമുക്ക് ലഭിക്കുക. നിങ്ങൾ 19 കിലോവാട്ട് ബാറ്ററി പാക്ക് എടുക്കുന്നെങ്കിൽ 61 PS അതുപോലെ 110 Nm ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ കണ്ട 24 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്ക് എടുത്താൽ 75 PS 114 Nm ടോർക്കായിട്ട് അത് മാറുന്നുണ്ട് എന്നുള്ളതാണ്. 5.7 സെക്കൻഡ് കൊണ്ടൊക്കെ 0 to 60 എത്താനായിട്ട് ഈ ഒരു വാഹനത്തിന് പറ്റും. നമുക്ക് മീഡിയം റേഞ്ച് എടുക്കുന്നെങ്കിൽ അത് 6.4 6.5 സെക്കൻഡൊക്കെ എടുക്കുന്നുണ്ട്. ആ രൂപത്തിൽ വലിയ മാറ്റമൊന്നുമില്ല. നമ്മളിത് ഡ്രാഗ് റേസിന് കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന വാഹനമല്ല, നമ്മൾ സാധാരണ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാനാണ്. അപ്പോൾ അതൊന്നും മാറ്റർ അല്ല, എന്നാലും ഒരു പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇനി റേഞ്ചാണ് മെയിനായിട്ട് അറിയേണ്ടത്. ഈ ഒരു 24 കിലോവാട്ടിൻ്റെ ലോങ് റേഞ്ച് വാഹനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പനി 283 പറയുന്നുണ്ട്. നമുക്ക് റിയൽ ലൈഫിൽ 205 മുതൽ 215 കിലോമീറ്റർ വരെ റോട്ടിൽ കിട്ടുന്ന മൈലേജാണ്. കേരളത്തിൽ നമ്മളും ഈ ഒരു വാഹനം പഴയ ബാറ്ററി പാക്കുകൾ, പഴയ വാഹനത്തിൻ്റെ സെയിം ബാറ്ററി പാക്ക് വെച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ നമുക്കും 210 മുകളിലാണ് കിട്ടിയ ഫിഗർ എന്ന് പറഞ്ഞാൽ. ഇനി 19 കിലോവാട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 160 to 170 കിലോമീറ്റർ ഫുൾ ചാർജ് ഓടാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ഏത് എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാം ലോങ് റേഞ്ചിൽ എടുക്കാൻ തന്നെയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ബാറ്ററി ഹെൽത്ത് കുറയുന്നത് കണ്ടിട്ടുണ്ടാകും. നിങ്ങൾ പുത്തൻ ഫോൺ എടുക്കുമ്പോൾ അത് 100 ആണെങ്കിൽ 2 or 3 കൊല്ലം കഴിയുമ്പോൾ അതിങ്ങനെ കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് അതൊരു ബാറ്ററിയുടെ ക്യാരക്ടറാണ്. അപ്പോൾ അത് വാഹനത്തിലായാലും ഫോണിലായാലും മറ്റെവിടെയാണെങ്കിലും അത് തന്നെയാണ് ബാറ്ററിയുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ ഈ ഒരു വാഹനം എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റേത് ഇലക്ട്രിക് വാഹനം എടുത്തു കഴിഞ്ഞാലും
വർഷങ്ങൾ കഴിയുന്തോറും അതിൻ്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ ബാറ്ററി ഹെൽത്ത് കുറഞ്ഞു വരും. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് 170 കിലോമീറ്റർ കിട്ടുന്നുണ്ടെങ്കിൽ അത് 150 140 ആയിട്ട് ഭാവിയിൽ കുറഞ്ഞു വരും. സോ നമ്മൾ അത്യാവശ്യം കിട്ടുന്നതിൻ്റെ മാക്സിമം ഒരു വലിയ ബാറ്ററി എടുക്കുകയാണെങ്കിൽ ആ കുറവ് കൂടി അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ ഓട്ടങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. പിന്നെ നേരത്തെ 2 വട്ടം ഞാൻ മെൻഷൻ ചെയ്ത പോലെ ലൈഫ് ടൈം ബാറ്ററി വാറണ്ടി കൂടി തിയാഗോക്ക് ഇപ്പോൾ ടാറ്റ തന്നിട്ടുണ്ട്. സാധാരണ SUV-കൾക്ക് മാത്രമായിരുന്നു നമുക്കത് ആ ഒരു രൂപത്തിൽ ലൈഫ് ടൈം വാറണ്ടി ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആദ്യമായിട്ട് നമുക്ക് തിയാഗോയിൽ ലഭിക്കുന്നത്. അതും അൺലിമിറ്റഡ് കിലോമീറ്റർ ആണ്. നിങ്ങൾക്ക് പ്രൈവറ്റ് യൂസ് ആണ് എന്നുണ്ടെങ്കിൽ എത്ര കിലോമീറ്റർ വേണമെങ്കിൽ ഓടാമെന്നുള്ളൊരു ഇതുകൂടി ഒരു ക്ലോസ് കൂടി അതിൽ വരുന്നുണ്ട്. വേറെ എന്തെങ്കിലും യൂസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കിട്ടില്ല കേട്ടോ. അതല്ല നിങ്ങൾ സെക്കൻഡ് ഓണർഷിപ്പിലേക്ക് മാറുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അൺലിമിറ്റഡ് കിലോമീറ്റർ ലൈഫ് ടൈം വാറണ്ടി കിട്ടില്ല. 8 വർഷം അല്ലെങ്കിൽ 1,60,000 കിലോമീറ്റർ 60,000 കിലോമീറ്റർ ആയിട്ട് അത് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെയാണ് ഏറ്റവും പുതിയ തിയാഗോ EVയുടെ വിശേഷങ്ങൾ. നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ പ്യുവറിൻ്റെ നിങ്ങൾക്ക് 19 കിലോ വാട്ട് എടുക്കാം. 24 കിലോ വാട്ട് ആണെന്നുണ്ടെങ്കിൽ ക്രിയേറ്റീവ് എടുക്കുന്നതാണ് നല്ലത്. എന്നാൽ അത്യാവശ്യം ഓട്ടങ്ങൾ ലോങ് ഒക്കെ ഓടേണ്ടി വരും എന്നുള്ളവരാണെങ്കിൽ ഇതിൽ നിന്നും 1 ലക്ഷം രൂപ കൂടുതൽ കൊടുത്തിട്ട് 5 GB സ്മാർട്ട് പ്ലസ് എടുക്കാനേ ഞാൻ പറയുള്ളൂ. 3-4 മാസം വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്, പക്ഷേ വർത്താണ് എന്നുള്ളതാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്ത് അറിയിക്കണം. നമ്മൾ ഈ ഒരു വാഹനമുള്ളത് ഇപ്പോൾ ലെക്സോൺ ടാറ്റയുടെ എടപ്പള്ളി ഷോറൂമിലാണ് കേട്ടോ. ടാറ്റ.tv സ്റ്റോറിലാണുള്ളത്. ഇവിടെ മാത്രമേ കേരളത്തിൽ ടാറ്റ.tv അല്ല തിയാഗോ.tv വന്നിട്ടുള്ളൂ. നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. നേരെ എടപ്പള്ളി വന്ന് നിങ്ങൾക്ക് വാഹനം കാണാനായിട്ട് സാധിക്കും. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കണ്ടതിന് ഒരുപാട് നേരത്തെ കാണാം. ബൈ ബൈ.